ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡിലെ NDA സ്ഥാനാർത്ഥി M ഷൈനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ 11ഓടെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് ഷൈനി പത്രിക സമർപ്പണം നടത്തിയത്. बोलो भारत माता के जय, बोलो बीजेपी के जय। ഇതിന് പ്രപ്പോസൽ ആരാണ് പിന്താങ്ങുന്ന ആളാരാണ്? വാർഡിനെ നാഥനില്ല കളരിയാക്കിയവർക്കുള്ള മറുപടിയാകും ഈ തിരഞ്ഞെടുപ്പെന്നും വികസനം ഉറപ്പാക്കാൻ NDA സ്ഥാനാർത്ഥിയുടെ വിജയം അനിവാര്യമാണെന്നും BJP അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബു പറഞ്ഞു. 10-ാം തീയതി ആലഞ്ചേരി 17-ാം വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയായി ശ്രീമതി ഷൈനി എമ്മിനെ മത്സരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചത്. അതിന് പ്രകാരം ഇന്നേ ദിവസം നാമനിർദ്ദേശ പത്രിക ബഹുമാനപ്പെട്ട വരണാധികാരിക്ക് മുന്നിൽ സമർപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആലഞ്ചേരിയിലെ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. അവിടെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അവരുടെ കാലാവധി പൂർത്തിയാക്കാതെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ജനങ്ങളെ ഉപേക്ഷിച്ച് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത്. വളരെ തുച്ഛമായ കാലയളവ്, ഒരു വർഷത്തോളമാണ് ഇനി നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ കാലാവധി അവശേഷിക്കുന്നത്. ഈ ഒരു വർഷക്കാലമെങ്കിലും ആലഞ്ചേരി വാർഡിലെ ജനങ്ങൾ അനാഥമാകാതിരിക്കുവാനും അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഒരു സ്ഥിരമായിട്ടുള്ള ജനപ്രതിനിധി വളരെ അനിവാര്യമാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ വളരെ മെച്ചപ്പെട്ട രീതിയിൽ തിരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്ത് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷവും 4 വർഷക്കാലം ജനങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്ന ശ്രീമതി ഷൈനിയെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിർണയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാനും വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട താൻ വാർഡിൽ 4 വർഷവും സജീവ സാന്നിധ്യമായിരുന്നുവെന്നും താൻ വിജയിച്ചാൽ എന്നും സാധാരണക്കാർക്കൊപ്പം ഉണ്ടാകുമെന്നും പത്രിക സമർപ്പിച്ചതിന് ശേഷം ഷൈനി പ്രതികരിച്ചു. ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി 17-ാം വാർഡിൽ ഡിസംബർ 10-ാം തീയതി നടക്കുന്ന ബൈ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും വോട്ടും എനിക്ക് തരണം. ഞാൻ ജയിക്കുവാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ എന്ത് കാര്യത്തിനും, അതായത് കഴിഞ്ഞ വർഷം തുച്ഛമായ വോട്ടിന് ആലഞ്ചേരി വാർഡ് എനിക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ പോലും മാറി നിന്നിട്ടില്ല. എല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും എന്നോട് എൻ്റെ വീട്ടിൽ പലരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ വാർഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വന്നവർക്കെല്ലാം അറിയാൻ പറ്റും. എനിക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും വാർഡ് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ BJP മെമ്പർ സാധിച്ചു തന്നിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും പഞ്ചായത്തിൽ നിന്നായാലും. അപ്പം തുടർന്നും ഇത്രയും നാൾ എങ്ങനെയായിരുന്നു അതിലുപരി പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരുടെ വിഷമങ്ങളും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞുള്ളൂ. നേതാക്കളായ ആലഞ്ചേരി ജയചന്ദ്രൻ, PS സുമൻ, ബാലചന്ദ്രൻ പിള്ള, അഖിൽ, വിഷ്ണു എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു. നാട്ടുവാർത്ത, ഏരൂർ.